അഭിനന്ദൻ വർത്തമാൻ. നടപ്പിലും എടുപ്പിലും സിംഹഭാവം. തലകുനിക്കാതെ നെഞ്ചുവിരിച്ച് ഇന്ത്യൻ മണ്ണിലേക്ക് ഉറച്ച ചുവടുവയ്പുമായി. ഇത് ഒരു വീരയോദ്ധാവിൻ്റെ തീരമടക്കം. ഇന്ത്യ അഭിമാനിക്കുന്നു. ഈ ചരിത്ര നിമിഷം നെഞ്ചേറ്റി ഇന്ത്യയൊട്ടാകെ ആഹ്ലാദ തിമിർപ്പിലാണ്. ഈ മണ്ണ് തൊട്ടതിൽ സന്തോഷം ചേർത്തു പിടിച്ച് ഏറ്റുവാങ്ങി ഇന്ത്യ അഭിനന്ദനെ. ആകാംക്ഷഭരിതമായ കാത്തിരിപ്പിനൊടുവിൽ ആശങ്കകളുടെ കാർമേഘം മാറ്റി തെളിച്ച് അഭിമാനത്തോടെ നടന്നെത്തുന്നു അഭിനന്ദൻ വർത്തമാൻ. കാണാൻ കണ്ണുനട്ടിരുന്നവർക്ക് മുന്നിലേക്ക് തല ഉയർത്തി കടന്നു വന്നു ആ സിംഹക്കുട്ടി, വീരനായകൻ. വാഗാ അതിർത്തിയിൽ പാകിസ്ഥാൻ ഗേറ്റിന് മുന്നിൽ നിന്ന് ഇന്ത്യയുടെ സ്വന്തം മണ്ണിലേക്ക് BSF ഉദ്യോഗസ്ഥരുടെ അടുക്കലേക്ക് നടന്നെടുത്തതോടെ രാജ്യത്ത് ആഹ്ലാദാരവങ്ങൾ അലതല്ലി. കാത്തുകാത്തിരുന്ന ആ കാഴ്ച മധുരമാക്കി ഇന്ത്യയൊട്ടാകെ. നമ്മുടെ സ്വന്തം വീരനായകൻ അഭിനന്ദൻ സ്വന്തം മണ്ണിൽ മടങ്ങിയെത്തി. രാത്രി 9:20 പാക് വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും പാകിസ്ഥാൻ റേഞ്ചേഴ്സിലെ ഉദ്യോഗസ്ഥർക്കുമൊപ്പമാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ എത്തിയത്. വിശദമായ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം വേഗത്തിൽ തന്നെ വ്യോമസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം അഭിനന്ദൻ തിരിച്ചു ദില്ലിയിലേക്ക്. തികഞ്ഞ അനിശ്ചിതത്വത്തിന്റെ നടുവിലാണ് നീണ്ട 5 മണിക്കൂറുകൾ വാഗാ അതിർത്തിയിൽ തടിച്ചുകൂടിയ ഇന്ത്യക്കാർ കഴിച്ചുകൂട്ടിയത്. കാത്തിരിപ്പിന്റെ 3 ദിവസങ്ങൾക്കൊടുവിൽ ഒരു ദേശം ഒന്നായി വീരജവാന് വേണ്ടി പ്രാർത്ഥനകളിൽ മുഴുകിയ മണിക്കൂറുകൾക്ക് ശേഷം ശക്തമായ ചുവടുവയ്പോടെ ഇന്ത്യയുടെ വീരപുത്രൻ എത്തി. ഊർജസ്വലനായി നടന്നെടുക്കുന്ന അഭിനന്ദനെ കണ്ട്, കണ്ണു നിറയെ കണ്ട് രാജ്യം കണ്ണീർ തൂകി സന്തോഷത്താൽ. ഈ നെഞ്ചു വിരിച്ച് ഗജവീരനെ പോലെയുള്ള വരവ് ഹൃദയത്താൽ ഒരു ദേശം വരവേൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിറന്ന മണ്ണിൽ കാലുകുത്തിയതോടെ അഭിമാന വിളികളിൽ, രാജ്യസ്നേഹത്തിൽ ഒരു ദേശം മുങ്ങുന്ന കാഴ്ച. അതേ, ആ സിംഹക്കുട്ടിയുടെ അച്ഛന്റെ മകൻ, ഇന്ത്യയുടെ അഭിമാനം, ഈ അഭിനന്ദ്.